അൽഹംദുലില്ലാഹി വഹ്ദ അസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദു. ഏറെ സ്നേഹം നിറഞ്ഞവരെ, പവിത്രമാക്കപ്പെട്ടൊരു മാസത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ്. റജബ്. ചില പണ്ഡിതന്മാർ റജബ് എന്ന മാസത്തിന് മുളർ എന്ന പേരും നാമകരണം ചെയ്തത് ചരിത്രത്തിൽ കാണാനാകും. മുളർ എന്ന് പറഞ്ഞാൽ ഒറ്റപ്പെട്ടതെന്നാണ്. പവിത്രമാക്കപ്പെട്ട മാസങ്ങളിൽ 3 അടുപ്പിച്ചു വരുന്നതാ: ദുൽഖഅദ, ദുൽഹിജ്ജ, മുഹറം. എന്നാൽ റജബാകട്ടെ അത് ഒറ്റയ്ക്ക് നിൽക്കുന്നതാണ്. അതുകൊണ്ടാണ് മുളർ എന്ന നാമം അതിന് വന്നതെന്ന് ചില പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നു. ഏതായാലും റജബുമായി ബന്ധപ്പെട്ട് ധാരാളം അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട്. മുസ്ലിം സമൂഹത്തിലെ പല പണ്ഡിതന്മാരും യാതൊരുവിധ തെളിവുമില്ലാത്ത, യാതൊരുവിധ അടയാളങ്ങളുമില്ലാത്ത, അതല്ലെങ്കിൽ കൃത്യമായ വിശുദ്ധ ഖുർആനിൽ നിന്നോ ഹദീസുകളിൽ നിന്നോ പ്രവാചകൻ്റെ സ്വഹാബത്തിൽ നിന്നോ സ്വഹീഹായി വരാത്ത പല അനുഷ്ഠാനങ്ങൾ, ആചാരങ്ങൾ സമൂഹത്തിൽ ഇന്ന് പ്രചരിപ്പിക്കപ്പെടുകയാണ്. സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ ശ്രദ്ധിക്കേണ്ട, സൂക്ഷ്മത പാലിക്കേണ്ട ദിവസങ്ങളാണ്, ദിനരാത്രങ്ങളാണ്. പവിത്രമാക്കപ്പെട്ട മാസത്തെ സംബന്ധിച്ച് റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞതും അതാണ്: ലാ തദ്ലിമു ഫീഹിന്ന അൻഫുസക്കും. നിങ്ങൾ നിങ്ങളോട് അക്രമം കാണിക്കരുത്, അതിക്രമം ചെയ്യരുത്. അഥവാ അള്ളാഹുവും അള്ളാഹുവിൻ്റെ റസൂലും നിഷിദ്ധമെന്ന് പഠിപ്പിച്ച മഹ്ദൂറാത്തുകൾ, ഹറാമുകൾ, മൻഹിയാത്തുകൾ, വിരോധിച്ച കാര്യങ്ങൾ അവയൊന്നും ജീവിതത്തിൽ കടന്നു വരാത്ത വിധം സൂക്ഷ്മത കൈവരിക്കേണ്ടതാണ് ഈ മാസങ്ങളെന്നാൽ. അതിന് പവിത്രത കൽപ്പിക്കണം, നമ്മളാ പവിത്രത കൽപ്പിക്കേണ്ടത്. അതുപോലെ തന്നെ ചില പണ്ഡിതന്മാർ പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയാണ്: പവിത്രമാക്കപ്പെട്ട മാസത്തിലെ നന്മകളുടെ പ്രതിഫലം മറ്റുള്ള മാസങ്ങളിലെ നന്മകൾ പോലെയല്ല എന്നാൽ റബ്ബിൻ്റെ അരികിൽ ഏറെ വിശിഷ്ടമാണ്. അതുകൊണ്ട് സ്വാലിഹായ അമലുകളിലൂടെ ഈ ദിവസങ്ങളെ നിർഭരമാക്കണം. അതുപോലെ തന്നെ തിന്മകൾ ചെയ്യാതിരിക്കാനുള്ള ക്ഷമയും ആർജിച്ചെടുക്കണം. പ്രത്യേകിച്ച് ഈ മാസങ്ങളെ പരിശുദ്ധിയോടുകൂടി കണക്കാക്കണമെന്ന് പറയുമ്പോൾ അള്ളയും അള്ളാൻ്റെ റസൂലും പറഞ്ഞെടുത്ത് നിൽക്കാൻ ശ്രമിക്കണം. അതിനപ്പുറത്ത് ഇല്ലാത്തത് ജീവിതത്തിലെ എന്തെല്ലാം നോമ്പുകളും നമസ്കാരങ്ങളുമാണ് റജബുമായി ബന്ധപ്പെട്ട് സമൂഹത്തിൽ വ്യാപിക്കപ്പെട്ടിട്ടുള്ളത്, നബിയിൽ നിന്നൊന്നും സ്ഥിരപ്പെടാത്ത. പ്രിയപ്പെട്ടവരെ, ഈ മാസത്തിൻ്റെ പവിത്രതയെ തച്ചുടക്കുന്ന, അതിനെ കളങ്കപ്പെടുത്തുന്ന ഒരു പ്രവർത്തനവും വിശ്വാസി എന്ന നിലയ്ക്ക് നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാവാൻ പാടില്ല. അള്ളാഹുവും അള്ളാഹുവിൻ്റെ റസൂലും സ്വഹാബത്തും പഠിപ്പിച്ചു തന്ന മാതൃകയെ മുറുകെ പിടിക്കുക. അതായിരിക്കും ജീവിതത്തിൽ ഏറ്റവും സന്മാർഗത്തിലേക്ക് നമ്മളെ നയിക്കുന്നത്. അല്ലാത്തത് മുഴുവൻ വഴി പിഴച്ചവയാണ്. റബ്ബ് നമ്മളെ കാത്തിരക്ഷിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.